ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു പെപ്പ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിസർച്ച് മെത്തഡോളജി തന്നെ. നമുക്ക് കുറച്ച് പലയിടങ്ങളിലും നമ്മൾ സിലബസിലൊക്കെ കാണാറുണ്ട് റിസർച്ച് മെത്തഡോളജിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും. അതുപോലെ തന്നെ ചില സിലബസിനൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് ഭാഗത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും റിസർച്ചിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു, ക്ലാസ് കണ്ടു, കൃത്യമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വിശ്വാസത്തിലാണ് അടുത്ത ടോപ്പിലേക്ക് പോകുന്നത്. അത് ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ, എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്? നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ടെസ്റ്റുകൾ മനസ്സിൽ വരും. ഓക്കെ, ഒരുപാട് ടെസ്റ്റുകൾ വരും. ഓക്കെ, പല രീതിയിലുള്ള എഴുത്ത് ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടി റോഷാക്ക് പോലെയുള്ള TAT പോലുള്ള ഡ്രോയാമാൻ ടെസ്റ്റ് പോലുള്ള ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ഉപയോഗിച്ചുള്ള ടെസ്റ്റുകളായിരിക്കാം. അതായത് ലൈക്കേർഡ് സ്കെയില്, അങ്ങനത്തെ കുറേ സ്കെയിലുകളും റോസ്കൂളിൻ്റെ സ്കെയില്, അങ്ങനത്തെ പല സ്കെയിലുകളും. അതുപോലെ തന്നെ ടെസ്റ്റ് എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. നമുക്ക് സൈക്കോളജി ടെസ്റ്റ് നേരുന്ന സമയത്ത് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ടൈപ്സ് ഓഫ് ടൈപ്സുകളെ കുറിച്ച് മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പല ടൈപ്സുകളെ കുറിച്ച് വരാറുണ്ട്. അതുപോലെ തന്നെ എന്ത് വരാറുണ്ട്, ഒരു ടെസ്റ്റ് എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യും, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് വരാറുണ്ട്. ഓക്കെ, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്താ വരാറുണ്ട്. അതുപോലെ ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ വരാറുണ്ട്. ഓക്കെ, നോമിനൽ, ഓർഡിനൽ, ഓക്കെ, ഇൻട്രവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്കെയിലുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വരാറുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സ്കെയിൽ, ലൈക്കേർഡ് സ്കെയില്. ഓക്കെ, ലൈക്കേർഡ് സ്കെയിലുകൾ. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് സ്കെയിലുകൾ. അതുപോലെ ഒരുപാട് സ്കെയിലുകളെ കുറിച്ചും, അതുപോലെ തന്നെ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ, ഒബ്ജക്റ്റിവിറ്റി എന്താണ് ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, മെത്തഡോളജി, അതുപോലെ തന്നെ റിലയബിലിറ്റി, വാലിഡിറ്റി, നോമ്. ഓക്കെ, ഇങ്ങനെ പറയുന്ന ഒരു ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരാറുണ്ട്. ഓക്കെ, നമുക്ക് അറേഞ്ച് ചെയ്യാം പല രീതിയിലുള്ള റിലയബിലിറ്റിയെ കുറിച്ചും വാലിഡിറ്റിയെ കുറിച്ചും. നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു ഭയങ്കര കുഞ്ഞു പോർഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, സൈക്കോളജിക്കൽ test is a standardized procedure to measure quantitatively or qualitatively one or more than one aspects of a trait by means of a sample, the verbal or non-verbal way. ഒരു വ്യക്തിയുടെ, ഓക്കെ, ഒരു മനുഷ്യൻ്റെ അയാളുടെ ട്രൈറ്റിനെ കുറിച്ച്, ഓക്കെ, ട്രൈറ്റോ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രൈറ്റുകളെ കുറിച്ച്, ഓക്കെ, അത് ക്വാണ്ടിറ്റേറ്റീവിലായിക്കോട്ടെ ക്വാളിറ്റേറ്റീവിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നോ ഈ ട്രൈറ്റോ ഒന്നിലധികം മനുഷ്യൻ്റെ ട്രൈറ്റുകളോ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്നൊരു മെത്തേഡാണ്. വെർബലിയോ നോൺ വെർബലിയോ ഏത് ടെക്നിക്ക് ആയിക്കോട്ടെ, മെഷർ ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിമ്പിളായിട്ട് പറയാൻ പറ്റും. എന്താ ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഡെഫിനിഷനാണിത്. ഓക്കെ, ഡെഫിനിഷനാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ഇതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സൈക്കോളജി ടെസ്റ്റ് നിങ്ങൾക്ക് പല രീതിയിൽ ഡെഫിനിഷൻ കിട്ടും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും ഒക്കെ എല്ലാ സ്റ്റാൻഡർഡൈസിലും ഒക്കെ വന്നൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഒരു സൈക്കോളജി ടെസ്റ്റിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ഓക്കെ, എന്തിനാണ് സൈക്കോളജി ടെസ്റ്റ് നടത്തുന്നത്? നമുക്ക് ഒരുപാട് ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ചൈനയിൽ എന്തൊരു സൈക്കോളജി ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ആർമി ഇതിൽ സെലക്ഷന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ മേഖലയിലും, ഓക്കെ, ക്ലിനിക്കലായിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തരത്തിലായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും, സെലക്ഷൻ പ്രൊസീജിയറിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്റ്റിറ്റ്യൂഡിനാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പേർപ്പസുകളാണ് ഈ പറഞ്ഞ സൈക്കോളജി ടെസ്റ്റിനുള്ള, രണ്ട് രീതിയിലുള്ള. ഓക്കെ, ഈ രണ്ട് കാര്യം നിർബന്ധമായി പഠിച്ചിരിക്കുക. ഒന്നാമത്തെ ഈ ടു അറ്റംപ്റ്റ് ടു കമ്പയർ ദ സെയിം ഇൻഡിവിജ്വൽ ഇൻ on two or more than two aspects of trait. അതായത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അധികമുള്ള ഈ പറയുന്ന ട്രൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ പർപ്പസ് ആണ്. രണ്ടാമത്തെ 2 or more than 2 person can be compared on the same trait. ഇപ്പോൾ ഒരാൾക്ക് ഒരു എന്താ പറയുക, അൾട്രൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈറ്റ് ഉണ്ടെങ്കിൽ, ട്രൈറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇത് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് രണ്ട് ട്രൈറ്റുകളുണ്ട്. ഒരാൾ ഭയങ്കര
എമ്പതിക്കലാണ്, ഒരാൾ ഭയങ്കര എമ്പതിക്കലാണ്. ഓക്കെ, ഒരാൾ ട്രൈറ്റ് എമ്പതിയാണ്. അതുപോലെ തന്നെ അയാൾക്ക് വേറെ അൾട്ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈറ്റ് കൂടി. കാരണം ഇത് രണ്ടും കോറിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ട്രൈറ്റുകളാണ്. ഈ രണ്ട് ട്രൈറ്റുകളും തമ്മിലും കമ്പയർ ചെയ്യാനും ഓക്കെ, അല്ലെങ്കിൽ ഒന്നിലധികം എന്താ പറയുക ട്രൈറ്റുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇപ്പം അവിടെ ഈ പറഞ്ഞ എമ്പതി, ഈ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എമ്പതി എന്ന സാധനം ഓക്കെ, എമ്പതി എന്ന സാധനം ഈ പറഞ്ഞ എ എന്നൊരാൾക്കും ബി എന്നൊരാൾക്കും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എത്രത്തോളമാണ് അയാളുടെ എമ്പതി, അത് എത്രത്തോളമാണ് അയാളുടെ എമ്പതി, ആ ട്രൈറ്റ് എത്രത്തോളം രണ്ട് പേഴ്സണിൽ എങ്ങനെയെന്ന് കമ്പയർ ചെയ്യാനും ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തും. നമ്മൾ പല രീതിയിൽ ടെസ്റ്റുകൾ ഉപയോഗിച്ചാണ് നടത്താറുണ്ട്. ഓക്കെ ഓക്കെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു ഭാഗമാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൈപ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കൂ. എന്താണ് നമുക്കറിയാം, നമുക്ക് ഈ ഒരു സൈക്കോളജി പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ സൈക്കോളജിനെ കുറിച്ച് ടെസ്റ്റിനെ കുറിച്ച് അറിയുന്ന സമയത്ത് ഈ ഒരു കാര്യം നമുക്ക് എന്തായാലും ഇത് എന്താണെന്നുള്ളത് അത് ശരിയാണ്. റോഷാക്കിൻ്റെ ഇംഗ്ലിബോർഡ് ടെസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും സൈക്കോളജി അല്ലെങ്കിൽ നോൺ സൈക്കോളജിയിലൊക്കെ ആണെങ്കിലും ഈ റോഷാക്കിൻ്റെ ഇംഗ്ലിബോർഡ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട സൈക്കോളജി ടെസ്റ്റ് കൂടി, പ്രൊജക്റ്റീവ് ടെസ്റ്റ് കൂടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് പോകാം. ഏതൊക്കെയാണ് ടെസ്റ്റ് എന്നുള്ളത് ഞാൻ പ്രധാനമായിട്ടും ഈ ടൈപ്സിനെ ഇതിങ്ങനെ ഒരു 4 ബേസിസിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും ഈസിയുള്ള ഈ മെത്തേഡ്സാണ് ഇത്ര ടൈപ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ടൈപ്സ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്സ് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ. ഒന്നാമത്തെ ക്രൈറ്റീരിയ വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിംഗ്. ഓക്കെ, സ്കോറിംഗ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. ഒന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ്റെ, മറ്റേ സ്കോറിങ്ങിൻ്റെ. മൂന്നാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്. ഓക്കെ, ടൈം ലിമിറ്റ്. നാലാമത്തെ ഓൺ ദി ബേസിസ് ഓഫ് ക്രൈറ്റീരിയൻ ഓഫ് നേച്ചർ ഓർ കണ്ടന്റ് ഓഫ് ദി ഐറ്റം. ആ വന്നിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിനകത്തുള്ള അതിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റോ അടിസ്ഥാനത്തിൽ ഈ ഒരു 4 ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെച്ച സൈക്കോളജിയിലുള്ള എല്ലാ സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻസായി, മെയിൻ 4 ക്ലാസിഫിക്കേഷൻസായി. നമുക്ക് ഇനി ഓരോന്ന് എന്താ നോക്കാം. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ടെസ്റ്റ് ടൈപ്പ് ചോദിക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയോ. ഓക്കെ, അപ്പോൾ ഓരോന്ന് നോക്കാം. ഒന്നാമത് നോക്കാം. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നമുക്കറിയാം ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ ടെസ്റ്റ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ടെസ്റ്റ്. നമുക്കറിയാം എന്താണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നും ഗ്രൂപ്പ് ടെസ്റ്റ് എന്നും. ഓക്കെ, ഒന്നാമത്തെ ഇൻഡിവിജ്വൽ, അതായത് ഒരു നടത്തുന്ന ആളുണ്ടായിരിക്കും, സൈക്കോ ടെസ്റ്റ് നടത്തുന്ന ആളുണ്ടായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഇയാളിൽ നിന്നായിരിക്കും ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് രീതിയിലാണ് ഇയാളിൽ നിന്ന് ഈ ഡാറ്റ ഇയാൾ ഗ്യാദർ ചെയ്യുന്ന പരിപാടിയാണ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞത്. ഇൻഡിവിജ്വൽ ഇവിടെ ഈ പാർട്ടിസിപ്പൻ്റ് ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇൻഡിവിജ്വൽ ടെസ്റ്റിനകത്ത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ഗ്രൂപ്പ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇത് ഗ്രൂപ്പ് ടെസ്റ്റിനകത്ത് ഒരു നടത്തുന്ന ആളും എന്താ പറയുക എക്സ്പെരിമെൻറ്ററും അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് നടത്തുന്ന ആളും ബാക്കിയുള്ള ഒന്നിലധികം 2 3 രണ്ടിലധികം ആൾക്കാരുള്ളതായിരിക്കും. 2 3 4 5 6 അല്ലെങ്കിൽ മാസ് ഓഫ് പീപ്പിളോ ഗ്രൂപ്പ് ടെസ്റ്റും ആയിരിക്കും. ഈ 2 ടെസ്റ്റാണ് ഒന്നാമത്തെ നമ്മൾ ബേസ്ഡ് ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷനകത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അത് എന്തൊക്കെയൊന്ന് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ വരും. ഒന്നാമത്തെ കാര്യം നോക്കാം. ഇൻഡിവിജ്വൽ ടെസ്റ്റിനകത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ദ ടെസ്റ്റ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേറ്റ് ദ വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഒറ്റ വ്യക്തിയെ ആയിരിക്കും ഒരേ സമയം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ടെസ്റ്റ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേറ്റ് മോർ ദാൻ വൺ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് ഓർ, അതായത് ഒന്നിലധികം ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ നടത്തുന്ന ടെസ്റ്റാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നോക്കാം. ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഒരാളിൽ നിന്ന് ഡാറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അറിയാമല്ലോ, ഒരു ഇപ്പം ഡാറ്റ ഫില്ല് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് നടത്താനാണെങ്കിലും വേറെ ഇതിൽ എന്ത് ടെസ്റ്റ് ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ വെച്ചിട്ട് ഡാറ്റ ഗ്യാദർ ചെയ്യാനാണെങ്കിലും ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇതേ സാധനം നമ്മൾ ഗ്രൂപ്പായി നടത്തുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ലെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. മീൻസ് ചെറിയ സമയമായിരിക്കും, പക്ഷെ നമുക്ക് ആ സമയം ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും ഗ്രൂപ്പാണ് സമയത്ത്. പിന്നെ ഒന്നുള്ളത് റിക്വയർ ഹൈലി ട്രെയിൻഡ് എക്സാമിനർ. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ട്രെയിൻഡ് ആയിട്ട് ആളായിരിക്കണം. ഓക്കെ, ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ഈ പറയുന്ന ഇൻ്റർവ്യൂ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് വഴിയോ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആവുള്ളൂ. പിന്നൊന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് എക്സാമിനർ റോൾ. കണ്ടോ, ഇവിടെ എക്സാമിനർ റോൾ ഒന്നുമില്ല. ഇപ്പോൾ അത് വലിയൊരു എക്സാം നടത്തുക.
ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആർമി ടെസ്റ്റ് നടത്തുക, ഇതേമാതിരി പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിനകത്ത് അവിടെ വന്നിട്ടുള്ള എക്സാമിനൊക്കെ വലിയ റോളൊന്നും ഇല്ല, അയാൾക്ക് അങ്ങനെ നിന്നാൽ മതി, അയാൾക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കി നടത്തിയാൽ മതി. പക്ഷേ അവിടെ എക്സാമിനൊക്കെ വലിയ റോളില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കോസ്റ്റ്ലി ആൻഡ് ലെസ് കോസ്റ്റ്ലി, അതായത് ഇവിടെ കോസ്റ്റ്ലി ആയിരിക്കും, കുറേ സമയം എടുക്കും, അയാളുടെ ഡാറ്റ ഗ്യാദർ ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും. ടു കമ്പാരിറ്റീവ്ലി ലെസ് കോസ്റ്റ്ലി ആയിരിക്കും ടു കമ്പയർ ടു ഇൻഡിവിജ്വൽ ടെസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ പ്രോപ്പർ അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ, അതായത് ആ പാർട്ടിസിപ്പൻ്റെ പ്രോപ്പർ അറ്റൻഷനും അതുപോലെ തന്നെ അയാളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയ്ക്ക് അതും തരും ബയസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, തെറ്റായ ഡാറ്റ വരാൻ, സാമ്പിളിംഗ് ഡാറ്റയ്ക്ക് എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റേ മെയിൻറ്റെയിനിങ് അറ്റൻഷൻ ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ജനറലി ഫോൺ ടു ബി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ പൊതുവെ അതൊരു ഡിഫിക്കൽട്ടായ കാര്യമാണ്. മെയിൻറ്റെയിനിങ് അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ടിസിപ്പൻസ് ഈസ് ജനറലി ഫോൺ ടു ബി ഡിഫിക്കൽട്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, വെഷ്ലറിൻ്റെ സ്കെയിൽ ഉപയോഗിക്കുന്നത് കോസ്ബോക്ക് ഡിസൈൻസ് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആർമി ആൽഫ ആൻഡ് ആർമി ബീറ്റ ടെസ്റ്റ് ഒക്കെയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ടെസ്റ്റ്. അപ്പോൾ ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ അടിസ്ഥാനത്തിലുള്ളത് ഗ്രൂപ്പ് ടെസ്റ്റും ഇൻഡിവിജ്വൽ ടെസ്റ്റും ആണെന്നുള്ളത്. ഓക്കെ, അത് എന്താണെന്ന് പറയാം, അതിന് എക്സാമ്പിൾ പറയാം, ഈ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്താൽ ആ മുഴുവൻ സ്കോർ വേണം. പിന്നെ അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിങ്. ഓക്കെ, സ്കോർ ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ അടിസ്ഥാനത്തിൽ, ഓക്കെ, സ്കോർ ചെയ്യുന്ന ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന ഡാറ്റ മീൻസ് ഈ പറയുന്ന ടെസ്റ്റ് നടത്തുന്നത്. ഒരു ഒന്നാമത്തെ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഒരുപാട് കേട്ടതാണ്. സബ്ജക്റ്റീവ് ടെസ്റ്റ്, ഓക്കെ, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഒക്കെ ഏതാണ്, സബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഇതാണ് ബബിൾ ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഓക്കെ, OMR ഷീറ്റൊക്കെ വെച്ചിട്ട് MCQs ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. മീൻസ് നമ്മുടെ പ്രധാനപ്പെട്ട സ്കെയിലുകളെല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ടാവാറുള്ളത്. പിന്നെ ചില ടെസ്റ്റുകളൊക്കെ വളരെ റയറായിട്ട് ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്നാമത് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക സബ്ജക്റ്റീവ് ടെസ്റ്റും. ഓക്കെ, സബ്ജക്റ്റീവ് ടെസ്റ്റും ഇത് രണ്ടുമാണ് ഈ പറയുന്ന ബേസ്ഡ് ഓൺ ദി സ്കോറിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് സമയത്ത് ടെസ്റ്റ് ഇൻ വിച്ച് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഓർ ഒപ്പീനിയൻ സ്കോറിംഗ് റിമൈൻ അൺആംബിഗസ് ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് നടത്താൻ ഒരു സാധ്യതയില്ല. ഒരാളെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നടത്തുന്ന ആൾക്കാണെങ്കിൽ എക്സ്പെരിമെൻ്റൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സൈക്കോളജി ടെസ്റ്റിംഗ് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. നമ്മുടെ സ്വന്തം അഭിപ്രായം അവിടെ ഒരു എന്താ പറയുക ഒരു സ്കോപ്പും ഇല്ല. അതുപോലെ സ്കോറിങ്ങും ഭയങ്കര അണാംബികസ് ആയി, കാരണം അതിൽ മാനുവലൊക്കെ ഉപയോഗിച്ച് ആ മാനുവലിൽ നിന്ന് സ്കോറുകൾ ചിലപ്പോൾ സ്റ്റൈൻ സ്കോറിൽ മാറ്റിയിട്ട് മാനുവൽ സ്കോറിങ് മാറ്റണം, അങ്ങനെ പല രീതിയിലുള്ള ഒരു അണാംബികസ് ആയിരിക്കും. പക്ഷേ സബ്ജക്റ്റ് ടെസ്റ്റ് ആണ് വിച്ച് എക്സിസ്റ്റ് സം സ്കോപ്പ് ഫോർ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. ഓക്കെ, ഒപ്പീനിയൻ സ്കോർ, അതായത് നമുക്ക് ആ ഒരു സ്കോറിങ് ചെയ്യുന്നതിന് ഒപ്പീനിയനൊക്കെ ഈ നടത്തുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് അതിനകത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ആൾസോ നോട്ട്സ് ന്യൂ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ലിമിറ്റഡ് ഇൻ ആൻസർ ടെസ്റ്റ്. ഓക്കെ, അത് ന്യൂ ടൈപ്പ് ടെസ്റ്റുകളാണ്. അതുപോലെ ലിമിറ്റഡ് ആൻസർ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം എസ്സേ ടൈപ്പ് ടെസ്റ്റ്, ഫ്രീ ആൻസർ ടെസ്റ്റുകളെന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ടെസ്റ്റ് ഹാവിങ് ദ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ട്രൂ ഓർ ഫാൾസ് ആൻഡ് മാച്ചിങ് ഐറ്റംസ് യൂഷ്വലി ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. നമ്മൾ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ള ഇത്രയും ടെസ്റ്റുകളാണ്. പക്ഷെ അത് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ പറയുക സൈക്കോളജിക്കൽ ടെസ്റ്റ് ആവുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. മീൻസ് ഇപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഓക്കെ, ഇപ്പോൾ MMPI ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ എന്താ പറയുക പല രീതിയിലുള്ള എന്താ പറയുക ഇൻവെൻട്രീസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന നമ്മൾ പ്രധാനപ്പെട്ട റിസർച്ചിനകത്ത് ഡാറ്റ കളക്ഷനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. പിന്നെ സബ്ജക്റ്റ് ടെസ്റ്റ് അസസ് ആൻഡ് എക്സാം ഈ അബിലിറ്റി ടു ഓർഗനൈസ് ആൻഡ് കോംപ്രഹെൻസീവ് ആൻസർ റീകോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യം റീകോൾ ചെയ്യാനും മനസ്സിലാക്കാനും പഠിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അബിലിറ്റി ടു ഓർഗനൈസ് ആൻഡ് കോംപ്രഹെൻസീവ് ആൻസർ റീകോൾ ആൻഡ് സെലക്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനെ റീകോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഇവിടെ പലപ്പോഴും പറയുന്നത് റീകോളാണ് വരാറുള്ളത്, ഇതാകുമ്പോൾ റെക്കഗ്നീഷനാണ് വരാറുള്ളത്. ഓക്കെ, റെക്കഗ്നീഷനായിട്ട് വരാറുള്ളത്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ബേസ്ഡ് ഓൺ ദി സ്കോറിംഗ്. അടുത്തത് എന്ന് പറയുന്നത് ദ ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്. ടൈം ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് രണ്ടെണ്ണമാണ്, സ്പീഡ് ടെസ്റ്റും പവർ ടെസ്റ്റും. എന്തൊക്കെ അല്ലേ, ഭയങ്കര സ്പീഡുള്ള ടെസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയ ടെസ്റ്റും ആണോ? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് തോന്നാറുണ്ട് പറഞ്ഞ മാതിരി ഭയങ്കര പവർഫുൾ ആയ ടെസ്റ്റിനെ പറഞ്ഞ പേര് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. ഭയങ്കര പവർഫുള്ളായിട്ട് നടത്തുന്ന എന്താ പറയുക ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റിൻ്റെ പേര് പവർ ടെസ്റ്റ് എന്നും, അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ട ടെസ്റ്റിൻ്റെ പേര് സ്പീഡ് ടെസ്റ്റ് എന്നും. ശരിക്കും അത് തന്നെയാണോ? സംഭവം ശരിയാണ്. ബേസ്ഡ് ഓൺ ടൈം ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന സ്പീഡ് ടെസ്റ്റും പവർ ടെസ്റ്റും പറയുന്നതെങ്കിലും പക്ഷേ നമ്മൾ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണുള്ളത്?
Power test ആണ് ടെസ്റ്റ് ദാറ്റ് ഹാസ് ജനറൽ ടൈം ലിമിറ്റ് സോ ദാറ്റ് മോസ്റ്റ് എക്സാമിനർ ഏബിൾ ടു അറ്റംപ്റ്റ് എവറി ഐറ്റം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു പവർ ടെസ്റ്റിനകത്ത് എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, സോ മോസ്റ്റ് എക്സാമിനർ ഏബിൾ ടു അറ്റംപ്റ്റ് എവറി ഐറ്റം, എല്ലാ ഐറ്റം അറ്റൻഡ് ചെയ്യും. ദാറ്റ് സിവിയർ ടൈം ലിമിറ്റ്, അതായത് സിവിയർ ടൈം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ടൈം ലിമിറ്റ് അല്ല. ഇവിടെ നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ നീ പറയാൻ പോകുന്ന കാര്യമാണ് പവർ ടെസ്റ്റിനകത്ത് ഈ ഐറ്റംസ് സച്ച് ടെസ്റ്റ്സ് ആർ ജനറലി അറേഞ്ച്ഡ് ഇൻ എ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ഡിഫിക്കൽട്ടീസ് ഇതാ കൂടി വരും. ആദ്യം ടെസ്റ്റ് ഈസി ആയിരിക്കും. ഓക്കെ, ചിലപ്പം നമ്മളിപ്പോൾ പെർഫോമൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലോക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം 2 ബ്ലോക്ക് ആയിരിക്കും. പിന്നെ അടുത്തുള്ള സമയത്ത് 4 ബ്ലോക്ക് ആയിരിക്കും. ഇത് അറേഞ്ച് ചെയ്യാനായിരിക്കും 6 ബ്ലോക്ക് 7 ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് കൂടി വന്നിട്ട് ഇങ്ങനെ ഓരോ ട്രയൽ ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് അതാണ് കൂടി വരുന്നതാണ് ഈ പറയുന്ന പവർ ടെസ്റ്റ്. അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ് ആർ കമ്പാരിറ്റീവ്ലി ഈസി ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ് ഇൻ ദ ദർ ഇൻ ദ മോർ ഓർ ലെസ് സെയിം ഡിഗ്രി. അത് കൂടുന്നുണ്ടെങ്കിലും കുറയുന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ടെസ്റ്റ്. നമുക്ക് ഉദാഹരണത്തിന് ഈ സമയത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് തീർക്കുക. എത്ര പെട്ടെന്ന് തീർക്കാൻ വേണോ അത്ര പെട്ടെന്ന് തീർക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര സമയം തരുന്നതല്ല, ഇത്ര സമയം ഉണ്ട് എത്ര പെട്ടെന്ന് തീർക്കുക എന്നുള്ളതായിരിക്കും ഈ പറയുന്ന സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Such tests demonstrate how much knowledge or information the examiners have. അതായത് അയാൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട്, നോളജ് ഉണ്ട് എന്നൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സ്പീഡ് ടെസ്റ്റ് ആണ് ടെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ റാപ്പിഡ്ലി. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് ആണ് ഹൗ റാപ്പിഡ്ലി വിത്ത് വാട്ട് സ്പീഡ് എക്സാമിനർ ക്യാൻ റെസ്പോണ്ട് വിത്തിൻ ഗിവൻ. ആ തന്നിട്ടുള്ള ടൈം ലിമിറ്റ് നിങ്ങൾക്ക് ഞാനൊരു 1 മണിക്കൂർ സമയം തരുന്നു. ഈ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ പറയാറുണ്ട്. ഇത്ര ടൈം സമയത്തിനുള്ള എത്ര ഈ പറഞ്ഞ ടൈം ഡ്യൂറേഷനിൽ തീർക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ സ്പീഡ് ടെസ്റ്റ് ആണ്. ഇവിടെ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന സാധനം കൂടി വരും. നിങ്ങൾ സമയം എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മതി നോക്കിയും പറയുന്നുണ്ടായിരിക്കാം. അടുത്തത് പവർ ടെസ്റ്റിനകത്ത് മോസ്റ്റ് ഓഫ് ദ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൻഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ബിലോങ്സ് ദിസ് കാര്യം. നമുക്കറിയാം ഇൻ്റലിജൻസ് ഒക്കെ അളക്കുന്നത് എങ്ങനെയായിരിക്കും. ആദ്യം സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കും, പിന്നെ കൂട്ടി കൊടുക്കും. പിന്നെ ഇങ്ങനെ മെഷീൻ ലേണിംഗ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നോക്കി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ട്രയൽ കഴിയുമ്പോഴും ഈ പറയുന്ന സാധനം ഇങ്ങനെ കൂടി വരും. പലപ്പോഴും പലർക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, പക്ഷേ ഇങ്ങനെ നമ്മൾ നടത്തുന്ന എക്സാമിന് എന്ത് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ അത് ചെയ്ത് തീർക്കണം. അത്ര സമയമൊന്നുമില്ല, ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കും. മോസ്റ്റ് ക്ലറിക്കൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആർ ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. അതായത് പ്രധാനപ്പെട്ട നമ്മൾ ക്ലറിക്കൽ ആയിട്ടുള്ള ആപ്റ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ചില ആപ്റ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഈ പറയുന്ന സ്പീഡ് ടെസ്റ്റിനുണ്ടല്ല വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ടൈം ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. അടുത്തതാണ് ദ ക്രൈറ്റീരിയൻ ഓഫ് ദ നേച്ചർ ഓർ കണ്ടന്റ് ഓഫ് ദ ഐറ്റം. നമുക്ക് കിട്ടിയിട്ടുള്ള ഐറ്റത്തിൻ്റെ ഈ പറയുന്ന മറ്റു സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് വരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പല ഈ പറയുന്ന ഡിസ്റ്റിങ്ഷനും ഇതിനകത്ത് വരുമെങ്കിലും ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ കൂടി ടെസ്റ്റിനകത്ത് ഉണ്ടെന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ വെർബൽ ടെസ്റ്റ്, രണ്ടാമത്തെ നോൺ വെർബൽ ടെസ്റ്റ്, മൂന്നാമത്തെ പെർഫോമൻസ് ടെസ്റ്റ്, നാലാമത്തെ നോൺ ലാംഗ്വേജ് ടെസ്റ്റ്. എല്ലാം ചിലപ്പോൾ ഒരുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ടെസ്റ്റുകളൊക്കെ. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വെർബൽ ടെസ്റ്റ്. ഒരു വെർബൽ ടെസ്റ്റ് ആവുന്ന സമയത്ത് ഐറ്റം ഇൻ സച്ച് ടെസ്റ്റ് എംഫസൈസ് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ഓറൽ എക്സ്പ്രഷൻ. അതായത് പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിക്കുന്നതായിരിക്കും വെർബൽ ടെസ്റ്റ്. ത്രൂ നമ്മൾ ഓറലി ചെയ്യുന്നതായിരിക്കും വെർബൽ ടെസ്റ്റ്. ദ ഇൻസ്ട്രക്ഷൻ പ്രിൻറ്റഡ് ഓർ റിട്ടൺ. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ലായിരിക്കും, പ്രിൻറ്റഡ് ആയിട്ടും കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. ഓക്കെ, പിന്നെ ആൾസോ കോൾഡ് പേപ്പർ പെൻസിൽ. നമ്മൾ പ്രധാനപ്പെട്ട ടെസ്റ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ പേപ്പർ പെൻസിൽ ടെസ്റ്റുകളായിരിക്കും, വെർബൽ ടെസ്റ്റുകളായിരിക്കും. പക്ഷേ ചില ടെസ്റ്റുകൾ നോൺ വെർബൽ ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇത് എംഫസൈസ് ബട്ട് ഡോണ്ട് ഓൾ ടുഗെദർ എലിമിനേറ്റ് ദ റോൾ ഓഫ് ലാംഗ്വേജ്. അതായത് ലാംഗ്വേജ് ഒന്നും ഒഴിവാകുന്നില്ല, പക്ഷേ എന്താ വെച്ചാൽ യൂസിങ് സിംബോളിക് മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ പാർട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഒരു നോൺ വെർബൽ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. നമ്മൾ എങ്ങനെ ആയിരിക്കും ഈ പറയുന്ന പറഞ്ഞു കൊടുക്കും, ഈ ടെസ്റ്റ് അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതാണ് ഈ പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അവിടെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് റോൾ വളരെ കുറവായിരിക്കും. ആൻഡ് കോമൺലി യൂസ് വിത്ത് യങ് ചിൽഡ്രൻ. അതായത് കുട്ടികളിലേക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ചെറിയ കുട്ടികളല്ല, കാര്യങ്ങൾ പറഞ്ഞ് എന്ന് പറയുക അങ്ങനെ വായിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പറ്റുമ്പോൾ എന്താണ് കോമൺലി യൂസ്ഡ് യങ്. പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ആപ്റ്റ്യൂഡ് ടെസ്റ്റുകളിലൊക്കെ ഈ പറഞ്ഞ നോൺ വെർബൽ ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പെർഫോമൻസ് ടെസ്റ്റ്, ടെസ്റ്റ് ദാറ്റ് റിക്വയർ എക്സൈറ്റ് പെർഫോം എ ടാസ്ക്.
ഓക്കെ, ടാസ്ക് പെർഫോം ചെയ്യും. ചിലപ്പോൾ ഇതേമാതിരി എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കാനായിരിക്കും, പിക്ചർ കംപ്ലീഷൻ ആയിരിക്കും, അങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യാൻ ടെസ്റ്റുകൾ. മീൻസ് എഴുതലോ കുത്തലോ വരയ്ക്കലോ ഒന്നും ആയിരിക്കില്ല, പകരം എന്തായിരിക്കും പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, ഓർഡർ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും പോലുള്ള പെർഫോമൻസ് ആയിരിക്കും ഈ പറയുന്ന പെർഫോമൻസ് ടെസ്റ്റുകൾ. സോ ടെസ്റ്റ് പ്രോഹിബിറ്റ് ദ യൂസ് ഓഫ് ദ ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാനേ പാടില്ല, പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് യൂഷ്വലി ഒരു വ്യക്തിയിലൊക്കെ ഒറ്റ ആളുടെ ഗ്രൂപ്പിലൊന്നും നടക്കില്ല, ഓരോരുത്തരും നടത്തുന്നതൊക്കെ ആയിരിക്കും പെർഫോമൻസ് ടെസ്റ്റ്. പിന്നെ നോൺ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ദാറ്റ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനി ഫോം ഓഫ് റിട്ടൺ, സ്പോക്കൺ, റീഡിങ്, ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കില്ല. മീൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ യൂഷ്വലി ഗിവൻ ദി ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങളുടെയും സൈനിലൂടെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റ് ടു പേഴ്സൺ ഓർ ചിൽഡ്രൻ ഹു കാൺ കമ്മ്യൂണിക്കേറ്റ് എനി ഫോം ഓഫ് ലാംഗ്വേജ്. അതായത് നമുക്ക് ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ആ ഒരു വ്യക്തികളോട് ഇപ്പോൾ സൈക്കോളജിക്കൽ ഡിസോർഡർ ആൾക്കാരൊക്കെ ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെടുത്ത്, ഇപ്പോൾ കുട്ടികളെടുത്ത് ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ജസ്റ്റേഴ്സോ സൈൻസൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ പറയുന്ന നോൺ ലാംഗ്വേജ് ടെസ്റ്റുകളെന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ പറയുന്ന ബേസ്ഡ് ഓൺ ദി കണ്ടന്റും നാച്ചുറലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ 4 ടൈപ്സ് ആണ്. എന്താണ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, ഓക്കെ, എന്താണ് സൈക്കോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്സ് ആക്കി, 4 ടൈപ്സ് ആക്കി. ഈ 4 ടൈപ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കുക ഈ 4 ടൈപ്സ്. ഇതിനകത്ത് ഒന്നാമത്തെ ബേസ്ഡ് ഓഫ് ദ ക്രൈറ്റീരിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ. ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. എന്തൊക്കെയായിരുന്നു? ഇൻഡിവിജ്വൽ ടെസ്റ്റും, ഒന്നാമത് ഇൻഡിവിജ്വൽ ടെസ്റ്റും അതുപോലെ തന്നെ ഗ്രൂപ്പ് ടെസ്റ്റും. പിന്നെ രണ്ടാമത് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രൈറ്റീരിയം സ്കോറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി 2 സാധനങ്ങൾ ഉണ്ടാക്കി. അതും 2 ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റും മറ്റൊന്ന് സബ്ജക്റ്റീവ് ടെസ്റ്റും. പിന്നെ നമ്മൾ എന്ത് ടൈം ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്താക്കി അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് പവർ ടെസ്റ്റും മറ്റൊന്ന് സ്പീഡ് ടെസ്റ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓൺ ദ ബേസിക് ക്രൈറ്റീരിയ ഓഫ് നാച്ചുറൽ കണ്ടന്റ് ഓർ ഐറ്റംസിനും അതുപോലെ നാച്ചുറൽ അടിസ്ഥാനത്തിൽ നമുക്കൊരു 4 ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, വെർബൽ ടെസ്റ്റ്, നോൺ വെർബൽ ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ്. ഓക്കെ, നോൺ ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഒരു എന്താ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഇതിനെ നമുക്ക് 4 ഡിസ്റ്റിങ്ഷൻ ആക്കിയിട്ട് ഓക്കെ ഇതിനകത്ത് ഇതിനകത്ത് കാണിച്ചാൽ മതി. ഇങ്ങനെ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പുസ്തകം എടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ സാധനം മാത്രം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റും, എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്ത് എഴുതുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ എക്സാമ്പിൾ കൊടുക്കുക, എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയി കൊടുക്കുക, പോയിന്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സൈക്കോളജി ടെസ്റ്റ് എന്താ പറഞ്ഞു, ടെസ്റ്റിൻ്റെ ആവശ്യകത എന്താ പറഞ്ഞു, സൈക്കോളജി ടെസ്റ്റിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലേക്കും മറ്റ് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.